പാലക്കാട് വല്ലപ്പുഴയിൽ കാറ് പിന്തുടർന്ന് മോഷണം നടന്നു. കാറിലുണ്ടായിരുന്ന 45 ലക്ഷം രൂപയും ഈ കൊള്ളസംഘം തട്ടിയെടുത്തു എന്നാണ് പാലക്കാട് നിന്ന് വരുന്ന വാർത്ത. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് ശരിക്കും സംഭവിച്ചത്? കേരളം യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിക്കുന്ന പോലെയുള്ള വാർത്തകൾ വരുന്നല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും സ്കെൻ, ആ തരത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസ് വളരെ രഹസ്യമായി വെക്കുകയായിരുന്നു. കാരണം ഈ പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതാനും ചില സൂചനകൾ ലഭിച്ചതിന് പിന്നാലെ മാത്രമാണ് ഈ വാർത്ത പോലീസ് പുറത്തുവിട്ടത്. എന്തായാലും ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. വല്ലപ്പുഴയിൽ വെച്ച് കാറിനെ പിന്തുടർന്ന് മോഷണം നടക്കുകയായിരുന്നു. വാഗനർ കാറിലുണ്ടായിരുന്ന ആളുകളെ, പുറകെ വന്ന ഇന്നോവ കാറിലുണ്ടായിരുന്ന ആളുകൾ ഈ വാഹനത്തെ ചേസ് ചെയ്ത് പിടികൂടിയ ശേഷം ഈ വാഹനവുമായി കളയുകയായിരുന്നു. കോയമ്പത്തൂർ സ്വദേശികളായിട്ടുള്ള ആളുകളായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന പണം എന്നാണ് അവർ പറയുന്നത്. 45 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. ഈ കാർ അടക്കമാണ് ഇവർ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഈ കാർ അവർ ഉപേക്ഷിക്കുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ കാറിൽ ഇത്രയധികം പണം ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഈ കൊള്ള സംഘം അറിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. കോയമ്പത്തൂർ സ്വദേശികളായിട്ടുള്ള ആളുകൾ യാത്ര ചെയ്ത കാറിൽ ഉണ്ടായിരുന്ന പണമാണ് ഇപ്പോൾ അപഹരിച്ചിട്ടുള്ളത്. ഈ കാറും തട്ടിയെടുത്താണ് അവർ പോയത്. ഇവരെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം, ഈ കാറിലുണ്ടായിരുന്ന ആളുകളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷമാണ് അവർ ഈ കാറും പണവും തട്ടിയെടുത്തത്. തുടർന്ന് കുറച്ച് ദൂരങ്ങൾക്കപ്പുറം ഈ കാർ ഉപേക്ഷിക്കുകയും സംഘം പണവും എടുത്ത് കടന്നു കളയുകയുമായിരുന്നു. എന്തായാലും പോലീസിന് ഈ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ കാറിന്റെ ദൃശ്യങ്ങൾ, ഈ അക്രമി സംഘം എത്തിയ കാറിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാർ കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിഖിൽ, യഥാർത്ഥത്തിൽ ഇന്നലെ നടന്ന ഈ സംഭവം പോലീസ് രഹസ്യമാക്കി വെച്ചു എന്ന് പറയുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ, അതോ പോലീസിന് വേണ്ടാത്ത പഴി കിട്ടും എന്ന പ്രതീക്ഷ കൊണ്ടാണോ അവരിത് മറച്ചുവെച്ചത്? തീർച്ചയായിട്ടും ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ്. കാരണം ഈ പ്രതികളിലേക്ക് എത്തേണ്ടുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുമത് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് വളരെ രഹസ്യമായി ഈ വിഷയങ്ങൾ വെക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ നടന്നൊരു സംഭവമായിട്ടും അത് പുറം ലോകം അറിയുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ്. എന്തായാലും അക്കാര്യത്തിൽ സ്ഥിരീകരണമായിരുന്നു. ഈ വാഹനമടക്കം നമുക്ക് കാണാൻ കഴിയും. ഈ കോയമ്പത്തൂർ സ്വദേശികളെ പിന്തുടർന്ന ഇന്നോവയുടെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കേരളത്തിലുള്ള ആളുകളാണോ അതോ കോയമ്പത്തൂരിൽ തന്നെയുള്ള ആളുകളാണോ, അതുകൊണ്ടാണോ അവിടെ നിന്ന് അവരെ പിന്തുടർന്ന് ഇതുവരെ എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഈ സംഭവത്തെ കാണുന്നത്. അതായത് ഇത്രയധികം പണവുമായി കോയമ്പത്തൂരിൽ നിന്നൊരു കുടുംബം ഇവിടേക്ക് വരുന്നത് എങ്ങനെയാണ് ഇവർ അറിയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഇന്നോവ കാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അധികം വൈകാതെ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പട്ടാമ്പി പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. താങ്ക് യു നിഖിൽ പ്രമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.